കുട്ടികളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ അവർക്ക് ഹെൽത്തുമായിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ? സ്മോർലിക്സ് ആണ് കേട്ടോ. കെട്ടിത്തൂക്കിടും അങ്ങനെയായിരുന്നു. പൈപ്പിലാണ് കെട്ടിത്തൂക്കിയത്. അപ്പോഴേ മുള ശരിക്കും വരും. അല്ലെങ്കിൽ ഇങ്ങനെ ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുള സൈഡിലൊന്നും വരില്ല. കെട്ടിത്തൂക്കിട്ടാൽ എല്ലാവരും വരും. അടിപൊളി. ഫുള്ള് മുളച്ച ഗോതമ്പാണ്. ഈ ഗോതമ്പാണ് ഇതിന്റെ ഈ സ്മോർലിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. സ്ഥിരം മഞ്ജുന്റെ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ ഈ പംകിൻ സീഡ്സും വാൾനട്ടും ഒക്കെ കുട്ടികൾക്ക് നല്ലതാണ്. നല്ലതാണ് അല്ലെ? ബ്രെയിൻ വളരെയൊക്കെ നല്ല ഒമേഗ 3യുടെ ഇതുണ്ടാവും. ആണ് ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അതിലൊന്നും ചേർത്തണില്ല, പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്തതാണ്. ഇന്ന് നമ്മള് പാലക്കാട് മഞ്ജുവിന്റെ ഒക്കെ തന്നെ ആയിട്ടാ ഇന്ന്. മഞ്ജു ഗോതമ്പല്ലേ? ഗോതമ്പ് കഴുകി എടുത്തോണ്ടിരിക്കുക അല്ലേ? യെസ്. ഗോതമ്പ് കഴുകിട്ട് നേരെ നമ്മള് തുണിയിലോട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലേ? തുണിയില് കെട്ടിവെക്കും, 2 ദിവസം ഇത് കെട്ടിവെക്കും. ഓ, അപ്പൊ ഇത് നമ്മളിപ്പോ കഴുകി എടുത്തിട്ട് കെട്ടാൻ പോവുകയാണ്. ഇതിപ്പോ നമ്മള് 2 ദിവസം കഴിഞ്ഞത് മുളച്ചു കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് കാര്യം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ആക്ച്വലി ഇപ്പം ഇത് നമ്മള് ഇത് എന്താ പറയാ ഗോതമ്പ്. ഓക്കെ, ഗോതമ്പ് നമ്മൾ കഴുകി കെട്ടുന്നു. ഈ കെട്ടുന്ന ഗോതമ്പ് 2 ദിവസം നമ്മള് കെട്ടിത്തൂക്കി വെക്കും, അത് കിളുക്കാൻ വേണ്ടിട്ട്. ഈ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണ് ആക്ച്വലി? ഇത് ഹെൽത്ത് ഡ്രിങ്ക് ആണ്. അത് കുട്ടികൾ മുതൽ വയസ്സായവരെ. അതായത് നമ്മള് പല പാരന്റ്സും നമ്മളെ പല വീഡിയോ കാണുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, കുട്ടികളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ അവർക്ക് ഹെൽത്തുമായിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ? കാരണം ഈ സാധാരണ നമ്മൾ ഈ വാങ്ങിക്കാൻ കിട്ടുന്ന കടകളിലെല്ലാം മെഡിക്കൽ സ്റ്റോർ വാങ്ങിക്കാൻ കിട്ടുന്ന പ്രൊഡക്റ്റ് അല്ലാതെ വ്യത്യസ്തമായിട്ട് ഈ നമ്മൾ ലേഡീസ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, ലേഡീസ് ചെയ്യുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ ചോദിച്ചു. ആ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഇന്നത്തെ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇതിന്റെ പേരാണ് സ്മോർലിക്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മള് കഴുകിയെടുത്ത ഗോതമ്പ് നമ്മൾ കെട്ടിവെക്കാൻ പോയാണ്. യെസ്, ഇതാണ് നമ്മുടെ അല്ലേ? യെസ്, ഇങ്ങനെ കെട്ടിയെടുക്കുന്ന ഇത് കെട്ടിത്തൂക്കിടും അങ്ങനെയായിരുന്നു. പൈപ്പിലാണ് കെട്ടിത്തൂക്കിയത്. അപ്പോഴേ മുള ശരിക്കും വരും. അല്ലെങ്കിൽ ഇങ്ങനെ ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുള സൈഡിലൊന്നും വരില്ല. കെട്ടിത്തൂക്കിട്ടാൽ എല്ലാവരും വരും. ഇത് കെട്ടിത്തൂക്കിട്ടുണ്ട് ഉണ്ട്. ഇവിടെ നമ്മൾ മുളപ്പിച്ചുണ്ടോ നമ്മുടെ? ഒന്ന് കാണാം അല്ലേ? അപ്പൊ നമ്മള് നേരത്തെ കഴുകിയ ഗോതമ്പ് എത്തിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞത്, 2 ദിവസം മുമ്പ് ഇത് കെട്ടിത്തൂക്കിയിട്ട് മുളപ്പിച്ചാണ്. ഒരാഴ്ച കഴിഞ്ഞാൽ മുള ഉണ്ടാവും നിറച്ചു അല്ലേ? നമുക്ക് നോക്കാം. വാവ്, ഇത് കണ്ട ഫുള്ള് മുഴുവനും മുളച്ച് നിൽക്കുന്ന നല്ല എല്ലാം മുഴുവൻ മുളച്ചിട്ടുണ്ട് അല്ലേ? ഇത് കെട്ടിത്തൂക്കിട്ടുണ്ട് അങ്ങനെ മുളയ്ക്കാൻ അല്ലേ? അടിപൊളി. ഫുള്ള് മുളച്ച ഗോതമ്പാണ്. ഈ ഗോതമ്പാണ് ഇതിന്റെ ഈ സ്മോർലിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇതിനോടൊപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരം മഞ്ജുന്റെ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കിയാൽ ഈ മുളച്ച ഗോതമ്പ് പൊടിച്ചാണല്ലേ? ഉണക്കി പൊടിച്ചാണ് ഇരിക്കുന്നത്. ഇതൊരു മെയിൻ കണ്ടന്റ് അല്ലേ നമ്മുടെ സ്മോർലിക്സിന്റെ മെയിൻ കണ്ടന്റ് ഒന്നാണ് ഈ ഗോതമ്പ് മുളപ്പിച്ച് ഉണക്കി പൊടിച്ചത്. പിന്നെ നമ്മുടെ സാധാരണ ഇത് ബാർലിയാണല്ലേ? ഇത് നോക്കിയേ, ബാർലിയാണ്. ഈ ബാർലിയും നമുക്ക് ഭയങ്കരമായിട്ട് ഫൈബർ കണ്ടന്റ് ആണ്. രണ്ട് ഫൈബർ കണ്ടന്റ് ആണ്. പിന്നെ ഇവിടെ നട്ട്സ് വരുന്നുണ്ട് അല്ലേ? ഇതെന്താ സംഭവം? പൊടിക്കാത്തതാണ്. ഓക്കെ, ഇത് നമ്മുടെ താമരയുടെ സീഡ്, കാഷ്യൂ, പിസ്ത, നമ്മുടെ ആൽമണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പംകിൻ സീഡ്സ്. ഇത്രയും സാധനം. പിന്നെ നമ്മുടെ ഒരു പൊടിയും കൂടി ഉണ്ട് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും സംഭവമാണ് നമ്മുടെ ഈ സ്മോർലിക്സിന്റെ മെയിൻ ഘടകങ്ങൾ. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോയിലുള്ള പോലെ തന്നെ ഈ പറയുന്ന നട്ട്സ് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് അത് പൊടിച്ചിട്ട് എന്റെ കൂടെ ചേർക്കണം. അപ്പൊ നമുക്ക് നൈസായിട്ട് ആദ്യം പോയിട്ട് ഒന്ന് ചെറുതായിട്ട് വറുത്ത് ഒന്ന് പൊടിക്കാം. അപ്പൊ നമുക്ക് നേരെ അടുപ്പിൻ മൂട്ടിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ അടുപ്പിലോട്ട് എല്ലാ സാധനത്തിലുണ്ട്. ഫസ്റ്റ് നമ്മള് ആൽമണ്ട് തന്നെ നമ്മൾ ആഡ് ചെയ്ത് ആൽമണ്ട് ഒപ്പം തന്നെ നമുക്ക് അടുത്ത് ഏതാ? കാഷ്യൂ അല്ലേ? ആൽമണ്ട് ഒപ്പം അത്രേ ഉള്ളൂ. കാഷ്യൂ പിസ്തയും കയറും അല്ലേ കൂടെ തന്നെ? യെസ്, പിസ്തയും പംകിൻ സീഡ് കയറും അല്ലേ? പംകിൻ സീഡ്സ് വാലറ്റും കയറും. യെസ്, ആകെ ലോട്ടസ് സീഡ് മാത്രമേ മാറ്റിയെടുക്കുള്ളൂ. ഉണ്ടാവും
നമ്മുടെ സ്മോർലെക്സിന്റെ കൂട്ടത്തിൽ കുട്ടികളിലോട്ട് ആണ് നമ്മൾ ഈ സാധനം എത്തിക്കുന്നത്. ഇത്രയും നട്ട്സ് അല്ലേ? അതാണ് ഞാൻ ഈ പംകിൻ സീഡ്സും വാൾനട്ടും ഒക്കെ കുട്ടികൾക്ക് നല്ലതാണ് അല്ലെ? ബ്രെയിൻ വളരെയൊക്കെ അല്ല. ഒമേഗ 3യുടെ ഇതുണ്ടാവും. അതുണ്ടോ? അപ്പൊ അതൊക്കെ കാരണമാണ് ഈ 2 സീഡ്സും ആഡ് ചെയ്തത്. ഇത് ആക്ച്വലി നമ്മൾ നമ്മൾ ഈ ഞാൻ പറഞ്ഞില്ലേ ചില മറ്റ് ഡ്രിങ്കുകളൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ പാല് കലക്കി കൊടുത്താൽ അവർക്ക് ഇതിന്റെ ടേസ്റ്റും ഇഷ്ടപ്പെടും. നമുക്ക് വാൾനട്ട് ഉണ്ട് ഇതില്, വാൾനട്ട് ഉണ്ട്, പിന്നെ പംകിൻ സീഡ്സും വരുന്നുണ്ട്, പിസ്തയും വരുന്നുണ്ട്. അപ്പൊ ബ്രെയിൻ ഹെൽത്തിന് നല്ലതാണ്. അതാണ് കുട്ടികൾക്കും അതുപോലെ പ്രായമുള്ളവർക്കൊക്കെ ഓർമ്മ കാര്യങ്ങൾ അവർക്കൊക്കെ പ്രായമുള്ളവർക്കുണ്ട് കുടിക്കാം. കാരണം കുറെ പേര് എന്നോട് പഞ്ചരി ഇറക്കിയപ്പോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം പൊടി പോലെ ആക്കി തരും. പഞ്ചരി നമ്മുടെ കുറച്ചിങ്ങനെ ഡ്രൈ ആയിട്ട് കുറച്ച് ഇങ്ങനെ കടിക്കാനും ഉണ്ടായിരുന്നു. അപ്പൊ ഇത് പക്ക പൊടിയാണ്. നമുക്ക് ഈ സാധനം അത് കഴിഞ്ഞ് ഇത് വറുത്തെടുത്ത് ഇതിന് വറുത്തെടുത്ത് കഴിഞ്ഞാല് ഇതിൽ തന്നെ 3 ഫ്ലേവറിൽ കിട്ടും. ഒന്ന് കുട്ടികൾക്കുള്ള ചോക്ലേറ്റ് ഫ്ലേവർ, ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട്, പിന്നെ ഒന്ന് വാനില, പിന്നെ ഒന്ന് കോഫി സ്മോക്കിൾസ്. കോഫി ഇഷ്ടമുള്ളവർക്ക് ഞാനിത് കോഫി സ്മോക്കിൾസ് ആയിരുന്നു. ഓക്കെ, 3 ടൈപ്പിൽ നമുക്ക് ഈ സാധനം കഴിക്കാം കേട്ടോ. അപ്പൊ ഇത് വറുത്തെടുത്തിട്ട് നമുക്ക് ഇതും കൂടി അതുപോലെ വറുത്തെടുത്തു കഴിഞ്ഞാല് നമുക്ക് നേരെ ഇത് പൊടിച്ചെടുത്ത് പിന്നെ അരിക്കണം അല്ലെ? മിക്സ് ചെയ്യാം. ഓക്കെ, നമ്മുടെ മുളപ്പിച്ച ഗോതമ്പ് നമ്മൾ ഉണക്കി പൊടിച്ച് അല്ലെ? ഈ പൊടിയെ നമ്മൾ വറുക്കും. ഇനി വറുക്കാം. ഓക്കെ. ഇത് വറുക്കുമ്പോ മണം വരണ വരെ നമ്മൾ വറുക്കണം. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ നമ്മൾ ഈ പറയുന്ന പോലെ ഈ മുളപ്പിച്ച് എടുക്കുമ്പോ എന്താ അതിന് ഗുണം എന്താണ്? കണ്ടന്റ് അതെ, മുളപ്പിച്ച എപ്പോഴും സ്പ്രൗട്ടഡ് സാധനങ്ങൾക്ക് കുറച്ചും കൂടെ വൈറ്റമിനും ഇതൊക്കെ കൂടുതലായിരിക്കും. അപ്പൊ അതിനാണ് ഞാൻ ഈ ഗോതമ്പ് മുളപ്പിക്കണത്. കുട്ടികൾക്ക് നല്ലതാണ്, ഡൈജഷന് നല്ലതാണ്. മുളപ്പിക്കണത് കൊണ്ട് ഡൈജഷന് നല്ലതാണ്. മുളപ്പിച്ച് ഉണക്കി നമ്മൾ വറുത്തെടുക്കാം. ഇതിലൊരു മണം വരും. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബാർലി അതേപോലെ തന്നെ ചൂടാക്കും. ബാർലി ചൂടാക്കും അല്ലേ? അപ്പൊ അതെ നമ്മുടെ ബാർലിയും നമ്മൾ വറുത്തല്ലേ? ബാർലിയും വറുത്ത് വെച്ചു. ബാർലിയും വറുത്തു, അതുപോലെ തന്നെ നമ്മുടെ ഗോതമ്പും വറുത്തു. അപ്പൊ നമ്മൾ ഇനി എന്താ പൊടിക്കാൻ പോണം അല്ലേ? യെസ്, നമ്മൾ ആദ്യം ഇടുന്നത് സാഫ്രോൺ ആണ്. സാഫ്രോൺ ഇട്ടു. ഇനി ഇതേ നമ്മള് നേരത്തെ വറുത്തെടുത്ത് അല്ലേ? അതെ. യെസ്, വറുത്തെടുത്തത് നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പൊ നമുക്ക് പൊടിക്കാം അല്ലേ? യെസ്, നമ്മൾ എടുത്തു. ഓക്കെ, അപ്പൊ നമ്മളിതേ നമ്മുടെ ലാസ്റ്റ് ഉള്ള നട്ട്സ് നമ്മൾ പൊടിച്ചെടുത്തു. ഓക്കെ, നമ്മുടെ നട്ട്സ് അതിൻ്റെ അകത്ത് എല്ലാം അല്ലെ? നമ്മുടെ കുങ്കുമപ്പൂ എല്ലാം നമ്മുടെ മിക്സഡ് സാധനം വന്ന് ഇനി നമ്മള് ഈ പറയുന്ന നമ്മുടെ ഇരിക്കുന്ന ബാർലിയും ഈ ഗോതമ്പും, ഇത് ബാർലി നമ്മൾ ഓൾറെഡി ഓക്കെ, നമ്മുടെ ഈ പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്യാം. അത് മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ സ്മോർലിക്സ് ആയി. ഇതാണ് കുട്ടികൾക്ക് വളർച്ചയ്ക്കും അതുപോലെ തന്നെ പ്രായമായവർക്ക് നല്ല ഹെൽത്തിനും ഒക്കെ ഉള്ള അടിപൊളി സാധനമാണിത്. ഒട്ടും, അതായത് ഒരു സാധനം പോലും എക്സ്ട്രാ വേറെ ഇല്ല. ഇതിൽ മധുരം വേണ്ടവർക്ക് കണ്ടസാരി, ഷുഗർ അല്ലെങ്കിൽ കൽക്കണ്ടം ആഡ് കൊടുക്കും. ഇതിന്റെ തന്നെ 3-4 ഫ്ലേവർ ഉണ്ട് അല്ലേ? പിള്ളേർക്ക് വേണ്ടിട്ട് ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ വാനില ഉണ്ട്, കോഫി ഇഷ്ടമുള്ളവർക്ക് കോഫി സ്മോർലിക്സ് ഉണ്ട്. ഇവിടെ നമ്മുടെ ലാസ്റ്റ് സാധനമായിട്ടുള്ള ബാർലി. ഈ ബാർലിയൊക്കെ എന്തിനാ മെയിൻ ആയിട്ട് നമ്മൾ ചേർക്കുന്നത്? ബാർലി മാൾട്ട് ആണ്. ബാർലി ഗോതമ്പ് രണ്ടും ഫൈബർ ഉണ്ട്. ഓക്കെ, സ്മോർലിക്സ് ഓൾറെഡി റെഡി ആയി കഴിഞ്ഞ് കുറച്ചും കൂടി ഒന്ന് മിക്സിംഗ് കറക്റ്റ് ആണല്ലേ? കുറച്ച് മിക്സിംഗ് കറക്റ്റ് ആയാൽ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് ആയി. കുട്ടികളുടെ വളർച്ചയ്ക്കും അതുപോലെ ആരോഗ്യത്തിനും ഒക്കെ എനർജറ്റിക് ഒക്കെ നടക്കാൻ വേണ്ടി നമുക്ക് ഈ വീട്ടിലുള്ള സ്ത്രീകൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മുഴുവൻ വീട്ടന്മാർക്ക് ഡെലിക്കേറ്റ് ചെയ്യാണ് സ്മോർലിക്സ്. നിങ്ങൾ വാങ്ങിച്ചോ, പിള്ളേർക്ക് കൊടുത്തോ, ഭയങ്കര അവർക്ക് ഇഷ്ടപ്പെടും. ചോക്ലേറ്റ് ഫ്ലേവർ ആണ് ഏറ്റവും നല്ലത് ഞാൻ പറയാം. പിള്ളേരൊക്കെ ആദ്യം ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് ഫ്ലേവർ കുറച്ച് കുടിക്കാൻ നിന്ന് കുടിച്ചു നോക്കിട്ട് ഞാൻ പറയാം. ഇത് സ്മോർലിക്സിന്റെ ഒരു വേർഷൻ. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ സാധനമാണ് ഈ പറഞ്ഞ ചോക്ലേറ്റ് അല്ലെ? നമുക്ക് നോക്കാം, ചോക്ലേറ്റ് നമുക്ക് ടേസ്റ്റ് നോക്കാം. ഓക്കെ, നമുക്ക് സ്പൂൺ ആയിരുന്നു അല്ലേ? അതിന്റെ അകത്തോട്ട് പാലല്ലേ? ചൂടോടെ വേണം, അങ്ങനെയൊന്നുമില്ല. പാല് എങ്ങനെ വേണമെങ്കിലും, തണുത്ത പാല് ഇഷ്ടമുള്ളവർക്ക് തണുത്ത പാല്, ചൂടുപാല്. ഇത് ഇതായിക്കോളും, ഞാൻ ഇളക്കി തരാം. യെസ്, അതൊരു ഗ്ലാസ് പാലിന്റെ കണക്കാട്ടോ. ഇപ്പൊ ഇട്ടോ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ സ്മോർലിക്സിന്റെ ചോക്ലേറ്റ് ഫ്ലേവർ ആണ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം.
നല്ല ടേസ്റ്റ് ആണ്. ആ ചോക്ലേറ്റിന് ആ ടേസ്റ്റ് ഒക്കെ നിപ്പുണ്ട്. പിന്നെ നമ്മളിങ്ങനെ അടുത്തെത്തുമ്പോണ്ടല്ലോ നമുക്ക് സ്മെല്ല് ഭയങ്കര രസമുള്ള സ്മെല്ലാട്ടാ. അടിപൊളിയാ. പിള്ളേർക്ക് 100% ഇഷ്ടപ്പെടും. ധൈര്യത്തിൽ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് ധൈര്യത്തിൽ വാങ്ങിച്ചു കൊടുക്കാൻ പറയാം, കാരണം നമ്മുടെ മുമ്പിൽ വെച്ചാണ് ഇത് ഉണ്ടാക്കി കാണിച്ചത്. അപ്പൊ അതിന്റെ എന്തൊക്കെയാ ചേർന്നതെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയാമെന്ന് ഞാൻ പറഞ്ഞ്. ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? വേണ്ടവർ ഈ താഴെക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മഞ്ജു സാധനം ഓൾ വേൾഡ് എവിടെയാണ് അയച്ചു കൊടുക്കും അല്ലേ. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അപ്പം ബൈ ബൈ.